IFRS 13 ഫെയർ വാല്യൂ മെഷർമെൻ്റ് ആണ് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഫെയർ വാല്യൂവിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഈ IFRS 13 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മൾ ഈ ഫെയർ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂൾസ് ആയിരുന്നു പല സ്റ്റാൻഡേർഡ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതത്ര ശരിയായിട്ടുള്ള പരിപാടി അല്ലായിരുന്നു. കാരണം അത് കൺഫ്യൂസിങ്ങുമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാനും പറ്റില്ല. കാരണം പല സ്റ്റാൻഡേർഡ്സിലും പല റൂൾസാണ് എടുത്തുകൊണ്ടിരുന്നത് ഫെയർ വാല്യൂവിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് IFRS 13 പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, IFRS 13 ഗീവ്സ് വൺ ക്ലിയർ മെത്തേഡ് ടു മെഷർ ഫെയർ വാല്യൂ. നമ്മുടെ IFRS 13 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് ഒരൊറ്റ മെത്തേഡ് തരും. എന്തിന്? ഫെയർ വാല്യൂ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഇതെന്ത് ചെയ്യും, ഈ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ കൊണ്ടുവന്നത് കാരണം നമുക്ക് നമ്മുടെ കമ്പാരബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും, കൺസിസ്റ്റൻസിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരൊറ്റ മെത്തേഡല്ലേ ഉള്ളൂ. സോ നമുക്ക് ഈസിലി കമ്പയർ ചെയ്യാനും കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാനും പറ്റും. IFRS 13 does not tell when to use fair value. IFRS 13 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോൾ ഫെയർ വാല്യൂ യൂസ് ചെയ്യണം എന്നല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. ഇറ്റ് ഓൺലി ടെൽസ് ഹൗ ടു മെഷർ ഫെയർ വാല്യൂ. IFRS 13 എന്ത് മാത്രമേ പറയുന്നുള്ളൂ, എങ്ങനെ, ഹൗ ടു മെഷർ ഫെയർ വാല്യൂ, നമ്മൾ എങ്ങനെ ഫെയർ വാല്യൂ മെഷർ ചെയ്യണം എന്ന് മാത്രമേ IFRS 13 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ കുറേ നേരമായിട്ട് ഫെയർ വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ആക്ച്വലി ഫെയർ വാല്യൂ എന്ന് പറയുന്നത്? അതായത് ഒരു ഐറ്റത്തിൻ്റെ ഇന്ന് മാർക്കറ്റിലുള്ള പ്രൈസ് എത്രയാണോ ആ മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഫെയർ വാല്യൂ ഹൈറാർക്കീനെ കുറിച്ചിട്ടാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സിസ്റ്റമാണ്. അതായത് IFRS 13 ഒരു സിസ്റ്റമാണ് ഈ ഫെയർ വാല്യൂ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് ഡേറ്റാസും ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് ഉണ്ടാവും. സോ അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡേറ്റ ഓർ ഇൻഫർമേഷൻ യു യൂസ് ടു കാൽക്കുലേറ്റ് ഫെയർ വാല്യൂ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫെയർ വാല്യൂ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻപുട്ടുകളെ നമ്മളൊരു 3 ലെവലുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്തിൻ്റെ ബേസിസിൽ? അതിൻ്റെ റിലയബിലിറ്റിയുടെയും ഒബ്സർവബിലിറ്റിയുടെയും ബേസിസിൽ നമ്മൾ നമ്മുടെ ഇൻപുട്സിനെ 3 ലെവൽസിലോട്ട് ക്ലാസിഫൈ ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രാൻസ്പെറൻസി, കമ്പാരബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് ഫെയർ വാല്യൂ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇവിടെ 3 ലെവൽസ് ഉണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്തായാലും മറക്കാണ്ട് പോകരുത്. എപ്പോഴാണ് ഈ ഫെയർ വാല്യൂ ഹൈറാർക്കി മോഡൽ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഓൾറെഡി ഒരു പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഫോണുണ്ട്. സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ ഓൾറെഡി എന്താണ്, നമ്മുടെ മാർക്കറ്റിൽ ഉള്ളൊരു പ്രോഡക്റ്റാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അത് മാർക്കറ്റിലുള്ളൊരു പ്രോഡക്റ്റ് അല്ല. സോ അതെനിക്ക് ഇവിടെ കൊണ്ടുപോയി ഈ ഒരു 3 ലെവലുകളിലൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിന് മാത്രമേ നമുക്ക് ഫെയർ വാല്യൂ ഹൈറാർക്കി മോഡൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് ജസ്റ്റ് ഓർക്കുക. ഇനി ഏതൊക്കെയാണ് ആ 3 ലെവലുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ലെവൽ 1 എന്ന് പറയുന്നത് ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് റിലയബിൾ മെത്തേഡാണ്. ഈ ലെവൽ 1 ആണ് ഏറ്റവും അടിപൊളി. കാരണം അവിടെ ഒരു ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റും ഉണ്ടായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. ഈ ഒരു ഫ്ലാറ്റിൽ 5 ഹൗസുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 വീടും പക്ക സെയിം മോഡലാണ്, അതുപോലെ തന്നെ സെയിം കോസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്, എല്ലാം സെയിമാണ് ഈ 5 ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ 5ാമത്തെ ബിൽഡിംഗ്, ഈ 5ാമത്തെ ബിൽഡിംഗ് എന്ത് ചെയ്തു, കഴിഞ്ഞ ആഴ്ച ഒരു $50,000, എക്സാമ്പിളാണ്, $50,000 ഈ 5th ഹൗസ് നമ്മൾ വിറ്റു എന്ന് വിചാരിക്കുക.
ഓക്കെ. ഈ അഞ്ചാമത്തെ വീട് എന്ത് ചെയ്തിട്ടുണ്ട്, $50,000 വിറ്റു. സോ എനിക്കിപ്പോൾ ഈ നമ്പർ 1 കിടക്കുന്നതാണ് എൻ്റെ വീടെന്ന് വിചാരിക്കുക. ഇതെനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റും, ഇതിനും എനിക്ക് എത്ര തന്നെ വില ഇടാൻ വേണ്ടി പറ്റും, $50,000 എന്നുള്ളത്. കാരണം ഇതൊരു ആക്റ്റീവ് മാർക്കറ്റും അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റുമാണ്. സെയിം പ്രോഡക്റ്റ് തന്നെ അല്ലേ, ഇതെല്ലാം സെയിം പ്രോഡക്റ്റാണ് ആൻഡ് ഒരു ആക്റ്റീവ് മാർക്കറ്റുമാണ്. സോ അതുകൊണ്ട് നമുക്കിതൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും കാര്യമില്ല, നമുക്കിവിടെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റി. ഫെയർ വാല്യൂ ഈസ് ഈക്വൽ ടു 50,000. ഓക്കെ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ലെവൽ 2 മോഡറേറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് വാല്യൂസ് എന്നാണ് പറയുന്നത്. ഇവിടെ ആക്റ്റീവ് ഓർ ഇനാക്റ്റീവ് മാർക്കറ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ സിമിലർ പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഈ ഹൗസ് നമ്പർ 3 എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള വീടുകളെക്കാളും കുറവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഭയങ്കര സ്പേസ് കുറവാണ്, കുഞ്ഞു വീടാണെന്ന് വിചാരിക്കുക. സോ ഞാൻ ഈ 3rd വീടില്ലേ, ഇത് ഞാൻ വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. സോ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് ബാക്കിയുള്ള വീടുകളെക്കാളും കുഞ്ഞാണ്. സോ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ $50,000 വിറ്റത്, വേറെ അടുത്തുള്ള പ്രൈസൊന്നും നമുക്കിപ്പോൾ നോക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ഫ്ലാറ്റിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ 50,000 വലിയ വീടുകൾക്ക്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, വലിയ ഫ്ലാറ്റിന് 50,000, അപ്പോൾ എൻ്റെ കുഞ്ഞു ഫ്ലാറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു 35,000 കൊടുക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ലെവൽ 2. സോ ഇവിടെ എന്തായി, ലെവൽ 2 നമ്മുടെ ഫ്ലാറ്റ് നമ്പർ 3ൻ്റെ വാല്യൂ, ഫെയർ വാല്യൂ എന്ന് പറയുന്നത് $35,000 ആയി. ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ സിമിലർ ഡേറ്റ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇനി ലെവൽ 3 പോയി കഴിഞ്ഞാൽ ലീസ്റ്റ് റിലയബിൾ ആണ്. ഓക്കെ, അതായത് നോ സെയിൽസ് ഡേറ്റ അവൈലബിൾ അറ്റ് ഓൾ. നമുക്ക് ഒരു ഡേറ്റയും ഇല്ല, ഒരു മാർക്കറ്റ് ഡേറ്റയും ഇല്ല, ഒരു നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റും ഇല്ല. ഒന്നും വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അസംഷൻസിൻ്റെയും എസ്റ്റിമേറ്റ്സിൻ്റെയും ബേസിസിൽ നമ്മൾ അങ്ങോട്ടൊരു വാല്യൂ തീരുമാനിക്കും. ഓക്കെ, നമ്മൾ തീരുമാനിക്കും, ജസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും, ഓക്കെ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ലെവൽ 3. സോ ഇത് ലീസ്റ്റ് റിലയബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഓരോ ലെവലിലുള്ള നമ്മൾ എഴുതിയിരിക്കുന്ന ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ലെവൽ 2 എന്ന് പറഞ്ഞിട്ട് ലെവൽ 3 ഈ ഡേറ്റാസ് ആയിരിക്കും തരുന്നത്. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. സോ ലീസ്റ്റ് റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് എന്നുള്ളത് നോക്കുക. നോ മാർക്കറ്റ് ഡേറ്റയാണ്, ബേസ്ഡ് ഓൺ അസംഷൻസ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ വരണം. സോ ജസ്റ്റ് ഇനി കൺഫ്യൂഷൻ വരാനുള്ള ഏരിയ ഈ മാർക്കറ്റ് എന്ന് നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നു. എന്താണ് ഒരു ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രൈസൊക്കെ നമുക്ക് അതേ ഒരു എമൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു $50,000 വിറ്റതെന്ന്, കാരണം കഴിഞ്ഞ ആഴ്ചയാണ് വിറ്റത്. സോ ദിസ് ഇസ് എൻ ആക്റ്റീവ് മാർക്കറ്റ്. ഈ ഇടയ്ക്ക് നടന്ന വാല്യൂ ആണ്. 1 ഇയർ മുന്നേ നടന്ന വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 50,000 അതേപടി ഇവിടുത്തെ ഫെയർ വാല്യൂ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ബട്ട് ഇതൊരു 1 വീക്ക് മുന്നേ. സോ ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് മാർക്കറ്റ്. ആക്റ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഫ്രീക്വൻ്റ്ലി നടക്കുന്ന സ്ഥലമാണ്. സോ പ്രൈസസ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. ലെവൽ 2 ആക്റ്റീവോ ഇൻആക്റ്റീവ് മാർക്കറ്റ് ആയിരിക്കും, ബട്ട് അവിടെ സിമിലർ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ എടുത്തത്. ആൻഡ് 3rd ലെവലിൽ മാർക്കറ്റ് ഡേറ്റയേ ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അസംഷൻസും എസ്റ്റിമേറ്റ്സിൻ്റെയും ബേസിസിൽ എടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് കുഞ്ഞ് 2 കാര്യങ്ങളും കൂടെ നോക്കാം. എന്താണ് റിക്കറിങ്ങും അതുപോലെ തന്നെ നോൺ റിക്കറിങ് ഫെയർ വാല്യൂ എന്നുള്ളത്. റിക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫെയർ വാല്യൂ മെഷർ ചെയ്യുന്നതിനെയാണ് റിക്കറിങ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. നോൺ റിക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഫെയർ വാല്യൂ മെഷർ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നോൺ റിക്കറിങ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഈ IFRS 13 റിലേറ്റ് ചെയ്ത് ഡിസ്ക്ലോഷർ എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ നോട്ട്സിൽ, അതായത് നോട്ട്സ് ടു FSൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പറയുക. ഓക്കെ, അതായത് ഏതൊക്കെ ടെക്നിക്സ്, ഏതൊക്കെ ഇൻപുട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഹൗ ഫെയർ വാല്യൂ ഈസ് കാൽക്കുലേറ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് രണ്ടാമത്തത് ഇമ്പാക്റ്റ് ആണ്. അതായത് നമ്മുടെ P&L, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ SOPL ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, നമ്മുടെ പ്രോഫിറ്റിനെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും OCL റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഇമ്പാക്റ്റ്, ഫെയർ വാല്യൂവുമായിട്ട് റിലേറ്റ് ചെയ്ത ഇമ്പാക്റ്റ്, എസ്പെഷ്യലി ലെവൽ 3. കാരണം എന്താണ്, നമ്മൾ എസ്റ്റിമേഷൻ്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ FS യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് അത് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. സോ ഇങ്ങനെ ഇമ്പാക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ IFRS 13 ഫെയർ വാല്യൂ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്